CMRL എക്സാലോജിക് കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ തൈക്കണ്ടിയിൽ തുടങ്ങിയവർക്കെതിരെ കേസെടുക്കണമെന്നാണ് മാത്യു കുഴൽനാടന്റെ ആവശ്യം. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, CMRL എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും കേസെടുക്കണമെന്നുള്ള ആവശ്യമാണ്. നേരത്തെ ഹൈക്കോടതി അടക്കം തള്ളിയ ഒരു ആവശ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മാത്യു കുഴൽനാടന്റെ വാദങ്ങൾ? അജിൽസി, വിജിലൻസ് അന്വേഷണം തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ഇന്ന് രാവിലെ തന്നെ ഈ കേസ് പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ അടങ്ങിയ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. പ്രധാനമായും ഈ വിജിലൻസ് അന്വേഷണം തന്നെയാണ് ഈ ഹർജിയിലൂടെയും മാത്യു കുഴൽനാടൻ ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ജോർജുമായി ബന്ധപ്പെട്ട കേസിൽ നിരവധി അന്വേഷണങ്ങൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിലൊരു കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് കൂടി ഇപ്പോൾ സുപ്രീം കോടതിയിൽ മാത്യു കുഴൽനാടൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. തെളിവുകൾ പരിശോധിക്കാതെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിയെന്നാണ് ഈ അപ്പീലിലൂടെ പ്രധാനമായി പറയുന്നത്. മാസപ്പടി ഡയറി വിവരങ്ങൾ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധിയുണ്ടായത്. അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകാൻ മതിയായ തെളിവില്ലെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ശരിവെക്കുകയായിരുന്നു ഹൈക്കോടതി ചെയ്തതെന്നാണ് ഹൈക്കോടതി മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളുകയായിരുന്നു. ഇക്കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരമൊരു ഹർജി തള്ളിയിരുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമപോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മാത്യു കുഴൽനാടൻ തീരുമാനിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നാണ് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചിരിക്കുന്നത്. തെളിവുകൾ വിശ്വസ്തതയില്ലെന്ന ഹൈക്കോടതി വിധിയിൽ പിഴവുകൾ ഉണ്ടെന്നുകൂടി ഈ അപ്പീലിൽ വാദിക്കുന്നുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതി ഇത് വിശദമായി തന്നെ പരിശോധിക്കണം. അതിനുശേഷം ഇതിലൊരു തീരുമാനമെടുക്കണമെന്നാണ് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്.